നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ പിന്തുണയ്ക്കുമെന്ന് PDP. MV ഗോവിന്ദനുമായും പിണറായി വിജയനുമായും ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ ധാരണ. സർക്കാർ വന്നാൽ സഖ്യകക്ഷിക്ക് നൽകുന്ന പരിഗണന എന്നതാണ് വ്യവസ്ഥയെന്നും PDP നേതാക്കൾ പറഞ്ഞു. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എടുത്ത തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കാനാണ്. ഒരു സാധാരണ ഒരു സഖ്യകക്ഷി അല്ല നിലവിൽ. ഇപ്പം പാർട്ടി നിയമസഭയിൽ മത്സരിക്കുന്നില്ല. അങ്ങനെ മത്സരിക്കുന്നില്ല എങ്കിലും പുതിയൊരു ഗവൺമെൻറ് രൂപീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു സഖ്യ കക്ഷിക്ക് നൽകുന്ന പരിഗണന PDPക്ക് ഉണ്ടാകണം. അതാണ് ആ നിലപാടിൻ്റെ. MK ഷുക്കൂർ ചേരുന്ന വിവരങ്ങളുമായി. ഷുക്കൂർ, LDF-ന് പരിപൂർണമായ പിന്തുണ നൽകേണ്ട രാഷ്ട്രീയ സാഹചര്യം, അതിന്റെ അനിവാര്യത എന്താണ് എന്നാണ് PDP വിലയിരുത്തിയത്? മഹേഷ്, PDP-യുടെയും LDF-ന്റെയും നേതൃതലത്തിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട രാഷ്ട്രീയ ധാരണകളുടെ കൂടി ഭാഗമാണ് ഈ പിന്തുണ എന്നാണ് PDP നേതാക്കൾ അല്പം മുമ്പ് എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. അതായത് സംസ്ഥാനത്ത് നിലവിലെ സാഹചര്യത്തിൽ സംഘപരിവാറിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനം ഇടതുമുന്നണിയാണ്. മാത്രമല്ല, സാമ്പത്തിക രംഗത്തും ഈ സർക്കാർ മികച്ച പ്രവർത്തനം നടത്തി, മികച്ച വികസനം കൊണ്ടുവന്നു. ഒപ്പം തന്നെ മുൻകാലങ്ങളിൽ UDF ഭരിച്ചപ്പോൾ സംഘപരിവാറിനായിരുന്നു പോലീസിലടക്കം സ്വാധീനം. നിലവിലുള്ള സാഹചര്യത്തിൽ വീണ്ടും UDF വരുന്നത് അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നും കൂടി വിലയിരുത്തിയാണ് അവരിപ്പോൾ LDF-നെ പിന്തുണക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ധാരണ എന്ന ചോദ്യത്തിന് ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ഒരു ഘടകകക്ഷി എന്ന രീതിയിൽ പരിഗണിക്കുമെന്ന ഉറപ്പ്, ഒരു വ്യവസ്ഥയുണ്ട്. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഈ തീരുമാനം ധാരണ രൂപപ്പെട്ടതെന്നും വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ അറിയിച്ചു.